ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ്, ഒരു ഗോൾഡൻ മിൽക്ക്. ഈ ഗോൾഡൻ മിൽക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടും വേദനയും എല്ലാം കുറയ്ക്കാൻ ഗോൾഡൻ മിൽക്ക് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ചുമ, കഫക്കെട്ട് എന്നിവയുള്ളപ്പോൾ ഒക്കെ നമ്മൾ ഇത് കുടിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ദഹനക്കുറവ് പരിഹരിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. ഉറക്കം വരാത്തപ്പം ഇത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ യൗവനം നിലനിർത്താനും നല്ലതാണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് വേണ്ടത് ഞാൻ ഒരു കഷ്ണം പച്ചമഞ്ഞൾ ചതച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പച്ചമഞ്ഞളിന് പകരം മഞ്ഞൾപ്പൊടി ആണെങ്കിലും മതി, പക്ഷേ നമ്മൾ വീട്ടിൽ പൊടിച്ച ശുദ്ധമായ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മായം ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറുവപ്പട്ട, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാനൊരു 2 പീസ്, ചെറിയതായതുകൊണ്ട് 2 പീസ് എടുത്തിട്ടുണ്ട്, വലിയ ഇതാണെങ്കിൽ ഒരു കഷ്ണം മതി. പിന്നെ ഒരു ഏലക്ക, ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ള് നമ്മുടെ കുരുമുളക് പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് എൻ്റെ മോനൊക്കെ കഫക്കെട്ടുണ്ടായിരുന്നു പാല് കുടിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ഇതുപോലെ പാലിനകത്ത് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നതും മഞ്ഞളിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും, കഫക്കെട്ടൊക്കെ മാറാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് ഞാനിതുപോലെ എൻ്റെ മോന് മഞ്ഞൾപ്പാലാണ് കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ കഫക്കെട്ടൊന്നും ഉണ്ടായിട്ടേ ഇല്ല പാൽ കുടിക്കുമ്പോഴുള്ള. അതുപോലെ നമ്മുടെ അലർജി ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഈ മഞ്ഞൾപ്പാൽ നല്ലതാണ്. അതുപോലെ ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തൊക്കെ, ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ വെയിറ്റ് കൂടിയ സമയത്തൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എൻ്റെ ഡയറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിത് ഡെയിലി ഒരു ഗ്ലാസ് വീതം കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും നല്ലൊരു ഡ്രിങ്കാണിത്. തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഇടുന്ന് തിളക്കട്ടെ. കാരണം അതിൻ്റെയൊക്കെ സത്തൊക്കെ ഈ പാലിലേക്ക് ഇറങ്ങണ്ടേ. അപ്പോൾ ഇത് 1-2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 1-2 മിനിറ്റായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹെൽത്തി ഗോൾഡൻ മിൽക്ക് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചെറിയ ചൂടോടുകൂടി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മധുരത്തിന് വേണ്ടി നമ്മുടെ ഹണി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഹണി ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം മഞ്ഞൾ, കുരുമുളക്, ഇഞ്ചിയൊക്കെ ഇട്ടതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയേ വേണ്ട. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.